guys, once again welcome back to my YouTube channel Nitya Diaries. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വ്ലോഗ് ഒരു അടിപൊളി വ്ലോഗാണെന്ന് ഞാൻ പറയില്ല ഗായ്സ്. 8ന്റെ പണിയും ഒപ്പം ആകെ മണ്ടത്തരങ്ങൾ സംഭവിച്ച ഒരു വ്ലോഗാണ് ഇന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കണ്ടേ? അല്ല സംഭവിക്കണ്ടേന്നല്ല, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നടന്നാൽ ലൈഫിന് എന്ത് ത്രില്ലാണുള്ളത് അല്ലേ? ചില കാര്യങ്ങൾ അല്ലേന്നല്ല, ചില കാര്യങ്ങൾ മിക്ക കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, അത് പറയും മുന്നേ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് പരുതൂരിലാണ് കേട്ടോ. അതായത് എൻ്റെ മേമയുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. മേമയുടെ വീടിൻ്റെ പാലുകാച്ചലൊക്കെ ആയിരുന്നു, ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു വ്ളോഗാക്കിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഇങ്ങോട്ട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഞാൻ മക്കളോട്, ഇവിടെ മേമ്മമാരുടെ മക്കളോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു, എടാ മക്കളെ ചേച്ചി വരുന്നുണ്ട്, അപ്പോൾ നാട്ടിൽ വ്ളോഗ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ഒന്ന് പറയുമോ ചോദിച്ചു. അപ്പോൾ ചേച്ചി ഇപ്പോൾ വ്ളോഗ് എടുക്കാനായിട്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സാകെ ചത്തു എന്ന് പറയാമല്ലോ. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ അനിയൻ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് പറഞ്ഞ് നൈറ്റാട്ടാ പറഞ്ഞ്, ചേച്ചി അവിടെ മഞ്ഞപ്ര പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു തറവാട്, ഈ പ്രേതത്തിൻ്റെ ഒക്കെ ശല്യമൊക്കെ ഉണ്ട്. അന്നൊക്കെ അവൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ പോയതാട്ടോ. അവൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പോകാൻ പേടിയായിരുന്നു, ഞങ്ങൾക്ക് കാടൊക്കെ പിടിച്ചൊക്കെ എടുക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അവനത് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആകെ ത്രില്ലായി. കാരണം നൈറ്റ് ഒരു ഹൊറർ മൂഡിൽ ഇങ്ങനത്തെ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ആ വീഡിയോ, അതായത് പകൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു, വീഡിയോ എടുക്കുന്നു, ഒരു അതായത് ഗോസ്റ്റിൻ്റെ ഒക്കെ ഒരു ബീജിയം കുത്തി കയറ്റിയിട്ട് ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലെ വീട്ടിലേക്ക് എന്നുള്ള രീതിയിലൊക്കെ തമ്മിലൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീട് പറഞ്ഞാൽ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലും അതിൻ്റെ അപ്പുറത്തെ സൈഡ്, പാടം കഴിഞ്ഞ അപ്പുറത്തെ സൈഡാണ് ഇവർ ഈ പറഞ്ഞ തറവാട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രേതമൊക്കെ എങ്ങനെ ഉണ്ടാവും? ചെറുപ്പം മുതലേ പ്രേതത്തിൻ്റെ ഫിലിം കാണാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ആരെങ്കിലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പ്രേതത്തിൻ്റെ മൂവി കാണാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. ഭയങ്കര പേടിയാണ് ഗൈസ്. കാണുന്ന ഈ ഒരു വയലവൊക്കെ തന്നെ ഉള്ളൂ, പേടി, നല്ല പേടിയാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. ബാക്കിയൊക്കെ അങ്ങനെയൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മൾ തൻ്റെ ഇടത്തോട് കൂടി നേരിടും. പക്ഷേ രാത്രി ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആരെങ്കിലും ബാക്കിലുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു ഷട്ടപടയെന്നുള്ളൊരു ഓട്ടമാണ്. അത് എങ്ങോട്ട് ആ ഒരു ഓട്ടം ചിലപ്പോൾ നമുക്ക് തൃശ്ശൂർ കഴിഞ്ഞ പോലെ വേറെ എവിടെയെല്ലാം എത്തും. അതിൽ ഓട്ടവും ഓടുണ്ടാവുക. അപ്പം അത്രയും പേടിത്തൂറിയാണ് ഞാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ പോകുന്നത് സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ മഞ്ഞപ്ര തറവാട്ടിലോട്ടാണ് നമ്മളുടെ യാത്ര. പോകുന്ന വഴി ഓണമായതുകൊണ്ട് തന്നെ, ഓണമെന്നില്ല, ഈ മുക്കുറ്റിക്ക് സീസൺ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. രണ്ട് സൈഡിലും മുക്കുറ്റി നിറച്ച് നിൽക്കണം, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാൻ. അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടും എനിക്ക് മതിയാവുന്നില്ല. ഞാൻ വീണ്ടും വീഡിയോസ് എടുക്കുകയാണ്. ഞാൻ അവരൊക്കെ വീണ്ടും വിളിച്ച് കാണിച്ചത്, ദേടാ മുക്കുറ്റി എന്ന് പറയുമ്പോൾ ഒരു വല്ല മൈൻഡില്ലാതൊന്നും പോകുന്നുണ്ട് ഗൈസ്. സാരമില്ല, പോട്ടെ, അവരങ്ങനെ പോട്ടെ. ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെ വരുള്ളൂ പറഞ്ഞു. ഞാൻ ഒരുപാട് മുക്കുറ്റിയുടെ വീഡിയോ എടുത്ത് നിങ്ങളെല്ലാവരും കണ്ടോ, നമ്മുടെ നാട്ടിലെ പാലക്കാട് പരിതൂരുള്ള മുക്കുറ്റിത്തോട്ടങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് എത്താറായി എന്തായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു മയിലിൻ്റെ കുട്ടി അവിടെ ഓടിക്കളിക്കുന്നത്. ആണാണോ പെണ്ണാണോ നിങ്ങൾ പ്രത്യേകം ഒന്ന് പറയണം. പിന്നെ നമ്മൾ വീടെത്തി. നമ്മൾ കടക്കാൻ പോവുകയാണ് നമ്മുടെ മഞ്ഞപ്ര പ്രേതശല്യമുള്ള ആ ഒരു അടച്ചു പൂട്ടിയിട്ട തറവാട്ടിലേക്കുള്ള യാത്ര. നമ്മളിതവിടെ എത്തിയിരിക്കുന്നു. അവിടേക്കുള്ള വഴിയാണിത് കേട്ടോ. കണ്ട പോണ വഴി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നാവൊക്കെ കൊടുക്കുന്നത് വലത് സൈഡിൽ കണ്ട കാവ്, നാഗങ്ങളുടെ കാവാണിത്. നാഗദൈവങ്ങൾ ഇരിക്കുന്ന ഒരുപാട് നാഗദൈവങ്ങളുണ്ട്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മുടെ ഭഗവാന്മാരാണ്. അപ്പോൾ അവരുടെ കാവാണ് അത് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഒരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണോ ഉദ്ദേശിച്ചത് എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയെങ്കിൽ പോലും തറവാട് കണ്ടപ്പോൾ എൻ്റെ എന്താ പറയുക, പ്രേതശല്യം, കാട്, നിറച്ച് കാട്, ഇതൊക്കെ പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റിയത് ഇതാണ്, ഈ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളിത് കാണാൻ വരുമ്പോൾ ഒരു പഴയ ഒരു തറവാടാട്ടോ, നല്ല പഴക്കമുള്ളൊരു തറവാടാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര വൃത്തി, അല്ലെങ്കിൽ അത്ര വൃത്തി ഉണ്ടാവില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ.
പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആളെ പേര് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. ഇനി പരിദൂരമുള്ള ആരെങ്കിലും ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ ആ ഒരു മാമൻ്റെ പേരൊന്നും ഇതിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. പഴയ നല്ല ഒരുപാട് പഴക്കമുള്ള ഒരു തറവാടാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സൈഡിൽ കണ്ട നമ്മുടെ എന്താ പറയുക, ഈ ഒരു സ്ഥലത്തിന് എന്തോന്ന് പറയില്ലേ, ഞാൻ വിചാരിച്ചു തൊഴുത്താണ്. തൊഴുത്തല്ല, ഇത് നമ്മുടെ എന്താണ് ഇതൊക്കെ പത്തായം എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങളൊക്കെ. പത്തായ അല്ലടോ, ഈ ഫുഡൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമില്ലേ, അത് പഴയ ആൾക്കാർ വേറൊരു പേര് പറയും. ഇനി അത് അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം എന്ന് പറയാം. എനിക്കിതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അധികം പറയാം. അപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചു, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ആൾതാമസം ഉണ്ടോ ആവല്ലേ, ആൾക്കാർ താമസിക്കുന്നുണ്ടാണാവല്ലേ ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ചേച്ചി അവിടെ ഒരു ഷെഡ് തുണക്കിയിട്ട് അത് ഫ്രഷാണ്, ഇപ്പം ഉണക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നറേ. അയ്യോ ചിരിച്ച ഒരു വഴിക്കായിട്ടോ. ഇതാണ് നമ്മുടെ തറവാട്. ഞാൻ ഉദ്ദേശിച്ച സംഭവം ആംബിയൻസ് എനിക്കൊന്നും കിട്ടിയില്ല. ഇത് സംഭവം നമ്മൾ സാധാരണ ഒരു ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം പോലെ തന്നെ, പിന്നെ പഴയൊരു തറവാട് മാത്രമാണെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് അത്ര, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, ഞാൻ ചോദിച്ചതും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ നാഗദൈവങ്ങളുണ്ട്, ഇതാ കണ്ട. നമുക്ക് ഈ ഒരു പാമ്പങ്കാവ് പോയിട്ടുണ്ട് നിങ്ങൾ, ആ ഒരു ഓർമ്മയൊക്കെ വന്നിട്ട് നാഗദൈവങ്ങളും പിന്നെ ആ ഒരു പ്ലേസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വാട്ടർ വൈബ്, വേറെ എന്തൊരു വൈബാണ്. കാരണം ആ ഒരു ഭാഗത്ത് മാത്രം നല്ല കൂളിങ്ങും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാട്, അവിടെ നിറച്ച് മരങ്ങളൊക്കെ തെങ്ങി വള്ളികളൊക്കെ തൂങ്ങിക്കിടന്ന് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നാഗദൈവങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ പൂട്ടിയിട്ട കാരണം നമ്മൾ ഒരു അനുവാദം ഇല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് തെറ്റാണ്, ശരിക്കും തെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു എടുത്തുചാട്ടത്തിന് നിന്നില്ല. അവിടെ അമ്പലമാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ബാക്ക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാനുള്ള ത്വര എനിക്കുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ തറവാട് എന്തായാലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റില്ല, എന്നാൽ ഫോട്ടോയെങ്കിലും എടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗിയും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഒക്കെ പോയി. അപ്പോൾ എൻ്റെ ശ്രീകുട്ടൻ പറഞ്ഞു, ചേച്ചി വായോ, പ്രതീക്ഷ കളഞ്ഞു, നമുക്ക് പുഴ കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുഴയ്ക്ക് ഒരുപാട് ഉണ്ടോ മോനെ. അപ്പോൾ ഇല്ല ചേച്ചിയെ, ഇല്ലട ചേച്ചിയെ, ഇല്ല ചേച്ചി കുറച്ചുള്ളൂ കൊടുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഇതേ എൻ്റെ ശ്രീകുട്ടൻ പോണ്. അപ്പോൾ പോണ വഴി നിങ്ങൾ കണ്ടോട്ടാ. ഞാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ തോടെന്ന് പറയുന്നത് പുഴയിലൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട് മേമയുടെ കൂടെ കേട്ടാ. അന്ന് പുഴയിലൊക്കെ നീന്തി കുളിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷെ അന്നത്തെ വഴിയല്ല ഇന്നത്തെ വഴി. നോക്കിയേ, നല്ല എട്ടിൻ്റെ പണി കിട്ടി. ഈ വഴി കൂടെ ശരിക്കും പൊന്തയായിരുന്നു തോന്നുന്നു, ആകെ പൊന്തക്കാടായിരുന്നു. അത് വെട്ടി തെളിച്ച് ഇപ്പം ആകെ ചെളി ആയിട്ടാകെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ആ സ്ഥലം കിടക്കുന്നത്. കണ്ട അവനെങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടൊക്കെ പോകണ്ടെങ്കിലും ഞാൻ ഈ ഫോണും കൈ പിടിച്ചിട്ട് നടക്കുന്നത് അത്ര പന്തികേട്, അതിലൊരു പന്തികേട് ഇല്ലേ എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഞാനത് ഫോണ് എടുത്തു വെച്ചിട്ട് ഞാൻ എന്തായാലും അറിഞ്ഞും പറഞ്ഞും നടന്നുകൊണ്ട് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ ശ്രീകുട്ടിയും നവ്യമോളും എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റവൻ ചളി ചവിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൗഗ്ലിയെ പോലെ ചാടി വരുന്നു. അവനെ ഞങ്ങൾ ചാടാൻ പറ്റില്ല എന്ന് വിചാരിച്ച അവനെ ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് ചാടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മതിൽ ചാടാൻ കുട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാട് പരിദൂര് പോയിട്ട് മതിൽ ചാടിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മളിതാ ചാടി വന്നിരിക്കുന്നു, നമ്മുടെ കുട്ടി ചാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണ് നമ്മുടെ പുഴ കാണേണ്ടി ഗൈസ്. അടിപൊളി പുഴ, നല്ല പോകുന്ന വഴി പോത്തിൻ്റെ ചാണകമൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും എൻ്റെ മനസ്സ് തളർന്നില്ല, ഞാൻ കാണാമെന്ന് വിചാരിച്ച് പോയി ആകെ ഡള്ളായിപ്പോയി ഗൈസ്. അതോ ആ പുഴ എന്നെ ചതിച്ചു, കണ്ടാ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. നോക്കിയേ, നിങ്ങൾ തന്നെ കാണും അവസ്ഥ. ഇത് ഈ സംഭവം ഇപ്പം എന്താണെന്ന് മനസ്സിലായി എനിക്ക്. പോത്തിൻ്റെ ചാണകം വന്നപ്പോഴും പിന്നെ ആ ഒരു ഗന്ധം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ കാണുന്ന കേട്ടോ നമ്മുടെ പാലം, വെള്ളിയാങ്കല് പാലം. അപ്പോൾ പോത്തിൻ്റെ ചാണകത്തിൻ്റെ മണം വന്നപ്പോഴാണ് ഇത് പോത്തിനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല ആ പോത്ത് ഇറങ്ങി വന്നുകൊണ്ടാണ് ഇങ്ങനെ ചളിയായിട്ടുള്ളത്. അതാണ് ആ ഒരു നഗ്ന സത്യം ഞങ്ങൾ അവിടെ ചെന്നിട്ട് മനസ്സിലായത്. എന്നാലും സാരമില്ല, ഇനിയിപ്പോൾ പുഴയുടെ വക്കത്ത് വന്ന് പുഴയിലേക്ക് ഇറങ്ങാണ്ടിരുന്ന പുഴദേവിക്ക് എന്തെങ്കിലും സങ്കടം ആയാലും വിചാരിച്ചിട്ട് എൻ്റെ ആ വൃത്തികെട്ട കാലമൊന്ന് വെള്ളത്തിലേക്ക് നനയ്ക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വെള്ളം ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കെട്ടിക്കിടക്കുന്ന വെള്ളമായ കാരണം ഒഴുക്കില്ലല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലും പിന്നെ പോത്തിൻ്റെ ചാണകവും പോത്തിൻ്റെ വിയർപ്പും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ, ഞങ്ങളാരും അങ്ങനെ ഇറങ്ങുമൊന്നും ചെയ്തില്ല. പിന്നെ ശ്രീമോള് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ താന്നു പോകുന്നുണ്ട് ചേച്ചി, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വേഗം വിടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ആകെ പ്ലിങ് ആയിട്ട് ഞാൻ പോകുന്നത്. ഇനി ഞാൻ പ്ലിങ് ആവാനില്ല ഗൈസ്. ഇനി ഞാൻ എങ്ങോട്ടാണ് പ്ലിങ് ആവുക? അപ്പോൾ പോകുന്ന വഴി ഇനി ഞാനില്ല, ചാടി ചവിട്ടിയിട്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ ഈ ഒരു മല കയറിയിട്ട് മതിൽ കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞ്
തീരുമാനം. കൂടെ ചവിട്ടിയിട്ട് വേണം കയറണമെങ്കിൽ. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സിമ്പിളല്ല ഗൈസ്. കാരണം നമ്മുടെ വെയിറ്റ് ആ ഒരു തണ്ട് താങ്ങണം എന്നില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉള്ള കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ലൈറ്റായിട്ട് നമ്മൾ നമ്മുടെ ശ്രീനുട്ടൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളെന്തായാലും കയറിപ്പറ്റി. പിന്നെ പോകുന്ന വഴി ഞാനൊരു സംഭവം കണ്ടു ഗൈസ്. എന്താണെന്നറിയോ? പാമ്പിൻ്റെ വളം, അതായത് പാമ്പിൻ്റെ തൊലി എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ ഇവരെല്ലാവരും കയറാനുള്ള കാരണം ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ആകെ ചമ്മിപ്പോയി. അവരെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചമ്മിയ മുഖമാരെയും കാണിക്കാണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയായിരുന്നു. അപ്രതീക്ഷിതമായാണ് അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ട്. വേറെ ആരല്ല, നമ്മുടെ മയിലില്ലേ, ആ മയിലാട്ടോ അത്. അപ്പോൾ അതും നിൽക്കുന്നത് എങ്ങനെ വെച്ചിട്ട് ആ പീലി വിടർത്തിയിട്ടാണ് നിൽക്കുന്നത്. എന്ത് ഭംഗിയാണ് കാണാനെന്നുണ്ടോ. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ മാത്രം കണ്ട, നേരിട്ട് കണ്ട് അനുഭവപ്പെടേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ ഈ പാലക്കാടുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. പക്ഷെ നമുക്കൊക്കെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ കിട്ടുള്ളൂ. അത് ഇവിടെയൊക്കെ വന്നാലിട്ടാ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊന്നും മയിലും ഇല്ല, മയിലും കുട്ടികളും ഇല്ല, പീലിയും ഇല്ല. ഇന്ന് 1-2 മൈൽ വന്നാൽ തന്നെ വല്ല ഇന്ന് കുഞ്ചിരോമൊക്കെ പോലെ അല്ലെങ്കിൽ കോഴിത്തൂവല് പോലെയൊക്കെ രോമം ഉണ്ടാവുക. അതായത് നമ്മുടെ രോമല്ല, പീലി ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ പീലി നോക്കി എന്ത് രസമാണ് കാണാനില്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് അതിന് എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ഒരു വേലിയൊക്കെ ഉണ്ട് കേട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയേ. വേലിയുണ്ട്, അതിൻ്റെ മുൾവേലിയുടെ ഇടയിൽ കൂടെ ഞാൻ നുഴഞ്ഞ് കയറിയിട്ടാണ് അതിൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ വല്ലാണ്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേച്ചി അടുത്തേക്ക് പോയാൽ പീലി താഴ്ത്തും ചെയ്യും, ഒപ്പം അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരിക വെച്ചിട്ട് അത് ചിലപ്പോൾ ഇവിടെ നേരം വരാനും ചാൻസ് ഉണ്ടാവും, ഇങ്ങോട്ട് പോരേ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു വാസസ്ഥലത്ത് പോയിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ തെറ്റല്ലേ. അതുകൊണ്ട് ഞാൻ ഒളി ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന പോലെ ഒരു പൊന്തയ്ക്കുള്ളിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ അവർ പീലി താഴ്ത്തും ചെയ്യും, ഒപ്പം പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവിടെ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ ശേഷം അപ്പുറത്തേക്ക് പോയപ്പോഴാണ് അവിടെ വേറൊരു മയിൽ നല്ല ഭംഗിയിൽ കാണാൻ. ഇതിലും ഒരുപാട് പീലിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇത് ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഡിസ്റ്റൻസിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്ര ഈ ഒരു ക്ലാരിറ്റിയിൽ കാണുന്നിട്ട്. അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, നല്ല ഭംഗിയുണ്ട് കാണാൻ. പോരാത്തന്നെ ഞാൻ പറയും ചെയ്ത് ഈ മയിലിന് കുറച്ച് അടുത്തൊക്കെ നിൽക്കാമെന്നില്ല, ഇത്ര ഡിസ്റ്റൻസിൽ. അതും എന്നെ തീരെയില്ല മയിൽപ്പീലി. ഇത്രയും പീലിയുള്ള ഒരു മയിലിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സൂലൊക്കെ പോയിട്ട് മയിലിനെ കണ്ടിട്ടുണ്ട്, നല്ല വേലുണ്ടായ കാരണം. ഇതിപ്പോൾ നേരത്തെ കണ്ടില്ല മയിൽ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കി അപ്പുറത്തെ സൈഡിലേക്ക് കാണാണ്ടായിരുന്നു. ഇതിൻ്റെ അങ്ങനെ കാണില്ല, കാരണം അത്ര തിക്കായിട്ടാണ് അതിൻ്റെ പീലികൾ നിൽക്കുന്നത്. ഇതിനെ കുറച്ച് അടുത്ത് തോന്നൂടെ, എത്ര ലോങ്ങിൽ എന്തിനാ നിൽക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒരു മിനിറ്റ്. ഉണ്ടാക്കിയോ? കുഞ്ഞോളെ, ഈ കഴിഞ്ഞ ജന്മത്തില് കുഞ്ഞോള് മയിലെന്ന് തോന്നണ്. അവിടെയൊക്കെ പറവുകൾ പറക്കണേ. ആദ്യം നേരത്തെ ഉണ്ടാക്കിയ മൃഗാടി, അത് മയിൽ തന്നെ. ശേഷം ഞങ്ങളിതാ പോണ വഴിയാണ് നമ്മുടെ കൃഷ്ണപ്പരുന്തില്ലേ, അതിനെ കണ്ടുട്ടെ. ഇപ്പം ഈ നമ്മൾ ഈ കൃഷ്ണപ്പരുന്തിനെ കണ്ടാൽ എന്തോ ഉണ്ടെന്ന് പറയില്ലേ, ഈ പാമ്പുണ്ടാവും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിന് കാണുന്നിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഈ കൃഷ്ണപ്പരുന്തിനെ ഒന്നും ഇപ്പോൾ കാണാൻ തന്നെ കിട്ടുന്നില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കുട്ടിയാകുമ്പോൾ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിട്ട് പേടിച്ചോടുകയൊക്കെ ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, ഇപ്പോഴാണ് ഒന്ന് കാണുന്നത്. അപ്പോൾ നമ്മളെ ഭാർഗവി നിലയത്തിലേക്ക് പോയിട്ടുള്ള യാത്ര ആകെ ഫ്ലോപ്പായി പോയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വല്ല വീടുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം ഒന്ന് കമൻറ്റിൽ പറയണം, അവിടുത്തെ ഹിസ്റ്ററി ഒന്ന് പറയണം കേട്ടോ. പറ്റുമെങ്കിൽ നമ്മളൊന്ന് വരാമെന്നേ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നാട്ടിലുള്ള പാടത്തുള്ള എല്ലാ പൂവും പറിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അത് നിലാനിമോൾക്കാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.